ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ സുനന്ദേൻ്റെ അച്ഛൻ വരികയാണ്. അച്ഛൻ വന്ന പാടെ തന്നെ അവരച്ഛനെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് സുനന്ദേൻ്റെ അമ്മ ചായ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയാണ്ട് വന്നത്? അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അതൊരു പെട്ടെന്നൊരു കാര്യം ഉണ്ടായി, അപ്പോൾ അത് തീരുമാനിച്ചുറപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ സുനന്ദ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ കല്യാണം അല്ലാതെ അപ്പോൾ എനിക്ക് എന്ത് ആലോചിക്കാനാ? അത് കേട്ടപ്പോൾ സുനന്ദേൻ്റെ ഫേസ് പെട്ടെന്നൊന്ന് മാറി. അപ്പോൾ അവളുടെ അച്ഛൻ പറയുകയാണ്, എൻ്റെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന പയ്യനാണ്, നല്ല പയ്യനാണ്, കൊട്ടാരക്കരയാണ് വീട്. അവന് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, നമ്മളെ മോളെ അവന് പറഞ്ഞു കൊടുത്തു. ഫോട്ടോ കാണിച്ചപ്പോൾ അവന് ഇഷ്ടമായി, പിന്നെ എന്ത് നോക്കാനാ, നമുക്കതങ്ങ് ഉറപ്പിക്കാം, നല്ല പയ്യനാ, നാട്ടിലൊക്കെ നല്ല അഭിപ്രായം. അത് കേട്ടപ്പോഴേക്ക് സുനന്ദയ്ക്ക് ആകെ ടെൻഷനായി. കല്യാണം കഴിഞ്ഞ് അവന് UK പോകാൻ പ്ലാനുണ്ട്, അപ്പോൾ അവൾക്ക് അങ്ങോട്ട് പോകാം, അവിടെ സെറ്റിൽ ആവുകയും ചെയ്യാം, അങ്ങനെ വെള്ളക്കാരെ പോലെ ജീവിക്കാമല്ലോ, നാട്ടിലേക്ക് വരുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്, അപ്പോൾ കല്യാണം പെട്ടെന്ന് നടത്താലോ, അവന് 2 മാസം ലീവ് ഉണ്ട്, അതിനുള്ളിൽ തന്നെ നിശ്ചയവും കല്യാണം ഒക്കെ നടത്താം. അത് കേട്ടപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല അവർ വലിയ ആൾക്കാരല്ല, അപ്പം നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവോ? അത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ പറയാണ്, അവർക്ക് അങ്ങനത്തെ ഡിമാൻഡൊന്നുമില്ല, അവനൊക്കെ ഇതിനെതിരാണ്, പിന്നെ നമുക്കുള്ളതൊക്കെ അവർക്കുള്ളതിനല്ലേ, അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട, അതൊക്കെ മംഗളായിട്ട് തന്നെ നടക്കും. സുനന്ദയാണെങ്കിൽ വിളറി വെളുത്ത് നിൽക്കുകയാണ്. കാരണം എന്താ, അവൾക്ക് സുഭാഷ് ചേട്ടനെയാണല്ലോ ഇഷ്ടം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടിൽ സുഭാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതാണ്. അവരെന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുധീഷ് വരുന്നത്. എന്താ ആലോചിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സംസാരിക്കാൻ വരികയാണ്. അങ്ങനെ നിധിനെ കുറിച്ചാണ് അവർ പറയുന്നത്, ഫോട്ടോ അച്ഛൻ തൂക്കിയതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഏട്ടാ അവളൊരു പാവല്ലേ, എന്തിനാ വെറുതെ, ഏട്ടാ ഞാനൊരു പാവല്ലേ, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ പൊന്നു പോലെ നോക്കുന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവനെ ജോലിക്ക് തിരിച്ചെടുത്ത കാര്യമൊക്കെ ഏട്ടനോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ പറയാണ്, ഇനിയിപ്പോൾ എനിക്കൊരു വരുമാന മാർഗ്ഗമായല്ലോ, അപ്പോൾ ഞാൻ അവളെ നല്ലവണ്ണം നോക്കും. പിന്നെ അന്ന് ഞാൻ അവളുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ നികേഷ് പൊളിച്ചു. ഹരീഷിൻ്റെ കാര്യമൊക്കെ ഇന്നലെ പൊളിഞ്ഞെന്നൊക്കെ അവൻ പറയണം. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, ഏട്ടാ അതൊന്നും നല്ല കാര്യമല്ല കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആകാശത്ത് നോക്കിയിട്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏട്ടാ അവിടെ ഒരു നക്ഷത്രം കണ്ടോ, നിധീൻ്റെ കണ്ണ് പോലല്ലേ, എനിക്ക് അവളുടെ പ്രേമാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ നിധി ഹാളിൽ ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ വായിക്കുകയാണ്. സുഭാഷ് ഏട്ടനാണെങ്കിൽ അടുക്കളയിൽ പണിയിലുമാണ്. അപ്പോഴാണ് സുനന്ദ അങ്ങോട്ട് കയറി വരുന്നത്. സുനന്ദ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ രാവിലെ തന്നെ, വാ ഇങ്ങോട്ട് വാ, ചായ കുടിക്കാം, ഇഡ്ഡലി എടുക്കട്ടെ, ഇഡ്ഡലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുനന്ദയാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നിൽക്കുന്നത്. അവൾ പെട്ടെന്ന് കരഞ്ഞു. അല്ല സുഭാഷ്, നീ എന്തിനാ കരയുന്നത്, അമ്മായി അടിച്ചോ, അമ്മായി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവൻ അറിയില്ലല്ലോ. നിധി അപ്പോൾ അവളുടെ കരച്ചിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എനിക്ക് പറ്റില്ല, എൻ്റെ കല്യാണം ആലോചിക്കുകയാണ്, നാളെ അവരെന്നെ കാണാൻ വരും, എനിക്ക് ഇവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല, സുഭാഷ് ഏട്ടൻ അല്ലാതെ ഒരാളെ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അവൾ ഈ രംഗം കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ അവളോട് കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും കൂടെ അവളെ തിരഞ്ഞു വരുന്നത്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അവൾ നേരെ പോയത് മുന്നിൽ കൂടെ അല്ല, ബാക്ക് കൂടെ, വാ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരികയാണ്. അങ്ങനെ ഒരു വടി ഒടിക്കുന്നുണ്ട് അവളെ അടിക്കാൻ വേണ്ടിയിട്ട്. അവരവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച സുഭാഷിനെ സുനന്ദ കെട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോഴേക്കും അവളെ പിടിച്ച് വലിച്ചിട്ട് അവളെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, അവനോട് ചോദിക്കുക, ആണുങ്ങളാണത് ചോദിക്കേണ്ടതെന്നൊക്കെ. അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ആരുടെ എൻ്റെ മോളെ കയറി പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവൻ്റെ കോളറെ പിടിച്ചിട്ട് ചൂടാവുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. അവളുടെ അച്ഛനാണെങ്കിൽ സുഭാഷിനെ തലങ്കും വിലങ്കും മുഖത്തടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ നിധിക്ക് ആകെ ദേഷ്യം വന്നിട്ട് അവളെ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അയ്യോ അടിക്കല്ല അച്ഛ, അടിക്കല്ല, വേണ്ട അച്ഛ, സുഭാഷ് ചേട്ടനെ വെറുതെ വിടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. നിധിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവളെ പിടിച്ചു മാറ്റിയിട്ടൊന്നും ഇയാൾ മാറടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിധി പറഞ്ഞു, നിങ്ങൾ എന്തിനാ സുഭാഷ് ചേട്ടൻ അടിക്കുന്നത്, സുനന്ദയാണ് സുഭാഷ് ചേട്ടനെ തേടി ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് സുഭാഷ് ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ സുനന്ദേൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ സുനന്ദേൻ്റെ അമ്മ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടതോ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കല്ലായിരുന്നോ, ധനേട്ട 2 അടിയും കൂടെ അവന് കൊടുക്കുന്നൊക്കെ അവളും പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോളെ കല്യാണം കാരണം നീ മുടക്കിയാലുണ്ടല്ലോ, നിന്റെ പ്ലാൻ ആയിരുന്നില്ലടാ അത്, അതൊക്കെ അയാൾ പറയുന്നുണ്ട്. ഒടുവിൽ സുനന്ദ, നിർത്ത്, ഞാനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ സുഭാഷ് ചേട്ടനല്ല. അത് കേട്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. ഒരുത്തിനെ ചാടിച്ച് കൊണ്ടുവന്ന പോലെ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചോ, അവൾ ഇങ്ങോട്ട് വന്ന് നിനക്കറിയില്ല, അവളെ തിരിച്ച് പറഞ്ഞേക്കുന്നത് നിന്റെ പ്ലാൻ അല്ലേ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അവളുടെ അമ്മ അതോടെ പറഞ്ഞപ്പോഴേക്ക് അവളുടെ അച്ഛന് കൂടുതൽ ദേഷ്യം വരികയാണ്. ഓഹോ, അപ്പം നിന്റെ പ്ലാൻ ആയിരുന്നില്ലടാ അത്, എൻ്റെ മോളെയും കൂടെ ചാടിച്ച് കൊണ്ടുവരാനുള്ള, അതും പറഞ്ഞിട്ട് അവനെ വീണ്ടും തലങ്കും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധിയാണെങ്കിൽ അയാൾ സുഭാഷിനെ അടിക്കുന്ന ഓരോ അടി തടയാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് അയാൾ ഒന്തി മാറ്റുന്നുണ്ട്. അങ്ങനെ ആ അടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ അച്ഛൻ അമ്മേനോട് ചോദിക്കുന്നുണ്ട്, എന്താടി, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ മോളെ അവിടെ നിർത്തിയിട്ട് ഞാൻ അന്യനാട്ടിലേക്ക് പോയി വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അവൾ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് തടയാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അയാൾ പിന്നെ അവനോട് ചൂടാവുന്നുണ്ട്. നിങ്ങളുടെ വീടായിട്ടുള്ള ബന്ധം ഞാൻ അന്നേ അറുത്ത് മുറിച്ചതാണ്, എന്നിട്ടിപ്പോൾ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ അല്ലേ ഇത്, മാന്യവും മര്യാദയുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ നിനക്ക് കിട്ടൂല എന്ന് നിനക്ക് ഉറപ്പായപ്പോൾ നീ എൻ്റെ മോളെ ചാടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാലടാ,
ഇതും പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ വീണ്ടും സുഭാഷിനെ അടിക്കാൻ വന്നപ്പോൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, മതി നിർത്ത്, ഇനി തൊട്ട് പോരെ സുഭാഷേട്ടനെ അവൾ ചൂടായിട്ട് പറയുന്നുണ്ട്. ഇനി എൻ്റെ മോളുടെ മേലെ നിന്റെ നിഴൽ പോലും വന്നു പോരുത്, അന്ന് നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മേനോട് സുനന്ദേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദേനെ അമ്മ വലിച്ചഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ അച്ഛൻ വീണ്ടും അവരോട് പറയാണ്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരാന്ന് കാണിച്ചുതരാം കേട്ടോടി എന്ന് പറഞ്ഞിട്ട് അയാൾ പോവാണ്. അപ്പോൾ നിധി സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടൻ എന്തിനാ ഈ അടിയൊക്കെ കൊണ്ടുവന്നത്? സത്യം എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയില്ല, അപ്പോൾ സുഭാഷേട്ടൻ അത് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാ വെറുതെ അടിയൊക്കെ കൊണ്ടത്? അവൾക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ വയ്യാട്ടോ. മോളത് സാരല്ല, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് സുധീഷ് കാർ ഓടിക്കുന്നതാണ്. അപ്പോഴാണ് നിധീൻ്റെ കോൾ വരുന്നത്. അപ്പോൾ അവൻ അത് നമ്മുടെ ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ്. അപ്പോൾ നിധീൻ്റെ സൗണ്ട് കേട്ടിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി നിനക്കെന്ത് വയ്യെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ നടന്ന കാര്യങ്ങൾ മൊത്തം അവനോട് പറഞ്ഞു. അപ്പോഴേക്കും അവന് ഭയങ്കര ദേഷ്യമായിട്ട് അവൻ സ്റ്റിയറിങ്ങിലൊക്കെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ഹരീഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹരീഷിനും ദേഷ്യമായിട്ട് അവർ രണ്ടുപേരും കൂടെ എന്തോ മനസ്സിലുറപ്പിച്ചിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതാണ്. അപ്പം നിധി ഓടി വന്നിട്ട് സുഭാഷ് ഏട്ടാ ജോലിക്ക് പോവാണ്, ഒന്ന് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, സാരല്ല മോളെ ഞാൻ പോവാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഡോക്ടറെ കാണിക്കണോ? കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, നമ്മൾ കുടുംബക്കാരല്ലാത്ത പിന്നെ ഒന്നും പ്രശ്നമാക്കാഞ്ഞത്. നിധി നീ പിള്ളേരോടൊന്നും പറയണ്ട കേട്ടോ, ഇനി പിന്നെ അതൊരു വലിയ പ്രശ്നമാവും എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്തോ പോലെ സുഭാഷ് ഏട്ടാ, എനിക്കൊരു വിഷമം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും സാരല്ല മോളെ, അത് കുഴപ്പമില്ല. മോള് വാതിലടിച്ച് കിടന്നോ, അവർ മോളോട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും വരില്ല, എന്നോടാണ് ഫുൾ ദേഷ്യം, നീ പേടിക്കണ്ട കേട്ടോ. അത് പറയുമ്പോഴേക്കും പുറത്തൊരു സൗണ്ട് കേൾക്കുകയാണ് കാറിന്റെ. അത് സുധീഷും ഹരീഷും ആയിരുന്നു. അവരെ കണ്ടപ്പോൾ സുഭാഷ് ആകെ വല്ലാതായി. അവർ രണ്ടുപേരും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, അയാൾ നിങ്ങൾ അടിച്ചു സുഭാഷ് ഏട്ടാ? അപ്പോൾ നിധിനെ നോക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് സുധീഷിനോട് പറഞ്ഞത്, എന്തിനാ മോളെ പറയാൻ പോയത്? പിന്നെ അയാൾ ഏട്ടനെ അടിച്ചില്ലേ, ഏട്ടൻ്റെ അടുത്തൊരു തെറ്റുമില്ല, അവളാണ് ഇങ്ങോട്ട് വന്നതും കെട്ടിപ്പിടിച്ചതെല്ലാം. എന്നിട്ട് അവർ തെറ്റിദ്ധരിച്ചതാണ്, എന്നിട്ട് ഏട്ടനെ തലങ്ങും വിലങ്ങും അടിക്കായിരുന്നു. അത് കേട്ടപ്പോൾ ഹരീഷിന് ഭയങ്കര ദേഷ്യമായി. അവളല്ലേ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്, എന്നിട്ട് ഏട്ടന് കുറ്റവും. ഇതെന്തായാലും ചോദിക്കണം, അയാൾ അടിക്കണം. ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് അവളുടെ വിചാരം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ വേണ്ട, പ്രശ്നമൊന്നും ആക്കണ്ട, അത് കുഴപ്പമില്ല, അത് സാരല്ല എന്നൊക്കെ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സുഭാഷിനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. പിന്നീട് കാണിക്കുന്നത് സുനന്ദേന്റെ വീടാണ്. അപ്പോൾ സുനന്ദേനെ അവർ രണ്ടുപേരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലളിതയെ നിന്നെ വിശ്വസിച്ചിട്ടല്ല ഞാൻ ഇവിടെ നിന്ന് പോയത്, എന്നിട്ട് നീ എന്താ അവൾ അങ്ങോട്ട് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യാണോ? അപ്പോൾ ലളിത പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ, അവൾ ഉള്ള കുട്ടിയാണ്, അവൾക്ക് കുറച്ച് സമയം കിട്ടി അങ്ങോട്ട് പോകാനുള്ള ജ്വരമാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ അച്ഛൻ അളിയനോട് ചൂടാവുന്നുണ്ട്, നിങ്ങളില്ലേ ഇവിടെ, നിങ്ങൾ കാരണവരുടെ സ്ഥാനത്ത് ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിച്ചല്ലോ, ആ വീട് ഒഴിപ്പിച്ചെടുക്കാൻ നോക്കിയിട്ട് എത്ര കാലമായി, എന്നിട്ട് ഇതുവരെ അത് നടന്നില്ലല്ലോ, കേസ് നടക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തീരില്ലല്ലോ, നിങ്ങൾക്ക് പിന്നെ എല്ലാത്തിനും ഒരു കാരണമാണല്ലോ എന്ന് പിന്നെ അച്ഛൻ അവരോട് പറയുന്നുണ്ട് കേട്ടോ അവളുടെ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ അതുപോലെ പറ്റിക്കാൻ പറ്റില്ല എന്ന് അവളോട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നിന്റെ കല്യാണം കഴിയുന്നവരെ നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഞാൻ കാണിച്ചിരുന്ന പയ്യനും കെട്ടി സുഖമായിട്ട് ജീവിച്ചോളണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വെച്ചിട്ട് അവൻ്റെ കൂടെ ചാടിപ്പോയി സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട കേട്ടോടി എന്ന് പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.